ഈ സമൂഹം പറയുന്നത് പല രീതിയിലാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ചില വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഭർത്താവിന്റെ പീഡനത്താൽ മരണപ്പെടുമ്പോൾ ഈ സമൂഹം പറയും, അവൾക്കെന്താ വിദ്യാഭ്യാസമില്ലായിരുന്നു, അവൾക്ക് വേണ്ടാന്ന് വെച്ച് പോന്നൂടായിരുന്നു. വീട്ടുകാരാണെങ്കിലും പറയും, അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടായിരുന്നു, ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജീവിച്ചു തീർക്കാനോ ഒന്നും ഈ സമൂഹവും ഈ നാടും സമ്മതിക്കാറില്ല, വീട്ടുകാരും സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എത്രമാത്രം അവരെ അപമാനിക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മളൊക്കെ അപമാനിക്കും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, പുള്ളിക്കാരി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഫാമിലിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പറയാതെ അടക്കി പിടിച്ചു നിന്നു. ഒരിക്കൽ അവരൊരു തീരുമാനമെടുത്തു, എനിക്കിനി ഈ ജീവിതം വേണ്ട എന്ന്. അതായത് ആ മനുഷ്യനും സന്തോഷവും സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തൻ്റെ കുട്ടിയെയും കൊണ്ട് സ്വന്തം തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ അവരെ എത്രത്തോളം മോശക്കാരിയായിട്ട് സംസാരിച്ചു എന്നുള്ളത് നിരന്തരം ആ സുഹൃത്ത് എന്നോട് പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അതേ സമയം തന്നെയാണ് നമ്മൾ മറിച്ചും ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ തന്നെയല്ലേ ഈ മരണത്തിന്റെ ഒക്കെ കാരണക്കാര് എന്ന് ആലോചിക്കാൻ ഒന്ന് എല്ലാവരും ഒരു സമയം എടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് സ്വന്തമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ പോരാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. മാത്രമല്ല, ഇനി ഇപ്പോ അവർ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതിനല്ലേ നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പുരുഷന്റെ കാര്യത്തിൽ ഇത് വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പുരുഷൻ എന്ത് ചെയ്താലും അതിനെ നമ്മൾ ഒരു രീതിയിലും പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ പരാമർശിക്കുന്നതോ ഒന്നും എവിടെയും കാണാറില്ല. അവർക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, ബന്ധങ്ങൾ ഉണ്ടാക്കാം. അതൊരു സ്ത്രീ ആവുമ്പോഴാണ് സ്ത്രീയെ കുറിച്ച് മോശപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത്. ഇന്നും ഇപ്പോൾ ഒരു സെലിബ്രിറ്റി കുടുംബത്തെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച നമ്മൾ സൊസൈറ്റി മുഴുവൻ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിക്ക് സൗഹൃദമായാലും പ്രണയമായാലും വിവാഹമായാലും ഒക്കെ എവിടെയാണ് എനിക്ക് വേണ്ട എന്ന് തോന്നുന്നത് അവിടെ വേണ്ട എന്ന് വെക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. സ്വന്തമായി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമ്മളാരും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അവർക്കതുണ്ട് എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അവരുടെ പിന്നാലെ നടന്ന് അവരെ സ്വഭാവഹത്യ ചെയ്യുകയും മോശപ്പെടുത്തുകയും അത് സ്വന്തം സുഹൃത്തുക്കൾ പോലും ചെയ്യുകയും കുടുംബക്കാർ പോലും ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മളാണ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള പെൺകുട്ടികളെ ഇതുപോലെ ഓരോ കൊലയ്ക്കും വിട്ടുകൊടുക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ബന്ധമാണെങ്കിലും വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എനിക്കൊന്നും പറ്റാത്ത കാര്യങ്ങൾ പല സ്ത്രീകളും ഒറ്റയ്ക്ക് നിന്ന് കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ബഹുമാനമാണ്. അത്തരത്തിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളോട്, ഒരു സിംഗിൾ പാരന്റ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സ്ത്രീകളോട് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പെൺകുട്ടികളുടെ മനോവീര്യം തളർത്തുന്ന രീതിയിൽ ഈ സമൂഹം പ്രതികരിക്കാതിരിക്കണമെന്ന അഭ്യർത്ഥനയാണുള്ളത്.